ഡോണ്ട് അഫ്രൈഡ്. അതുകൊണ്ട് ഏശയ്യായുടെ പുസ്തകം 41:10, ഏശയ്യായുടെ പുസ്തകം 41:10, ഡെഫിനിറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു, ഡെഫിനിറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു, തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കും. ഒന്ന് പറഞ്ഞ അടുത്തുള്ള ആളെ ഒന്ന് പറഞ്ഞ തീർച്ചയായും കർത്താവ് സഹായിക്കുന്നത് പറയേ. തീർച്ചയായും കർത്താവ്, ഡെഫിനിറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു, തീർച്ചയായും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, ജീസസ്. അതുകൊണ്ട് ആരാധനയ്ക്ക് വന്ന പ്രിയ ദൈവജനമേ, നമ്മെ സഹായിക്കാൻ സമുദ്രത്തിലൂടെ നടന്നാലും, യെശയ്യാ 43:1, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവവും കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്. ഞാൻ ഇത്രയും സമയം പറഞ്ഞത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു സൂര്യൻ ഉദിക്കും കേട്ടോ, ഒരു സൂര്യൻ ഉദിക്കും. ജനത്തിൻ്റെ, ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം ജനത്തെ ആഹ്ലാദഭരിതരാക്കി. എന്താണ് ഈ കോണ്ടസ്റ്റ് എന്നറിയൂ? 175 BC, ഒരു 5 മിനിറ്റ് നിൽക്കണേ, പെട്ടെന്ന് അവസാനിപ്പിക്കാം. BC 175, മത്താത്യാസ് എന്ന് പറയുന്ന പുരോഹിതൻ തൻ്റെ 3 ആൺമക്കൾ ജോനാഥനും ശിമിയോനും യൂദാസും 3 ആൺമക്കളോട് പറഞ്ഞു, മക്കളെ, യൗവന രാജാവ് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു പോകരുത്. യൗവന രാജാവ് നിക്നോർ രാജാവ് പറഞ്ഞു, വിഗ്രഹത്തെ ആരാധിക്കണം. മത്താത്യാസ് എന്ന പുരോഹിതൻ തൻ്റെ ആൺമക്കളോട്, നട്ടലുള്ള അപ്പന, ആ അപ്പൻ പറഞ്ഞു, മക്കളെ, മരിച്ചാലും വിഗ്രഹത്തെ ആരാധിക്കരുത്. ജനം ഭയന്ന്, ഈ നിക്നോർ രാജാവിനെ ഭയന്ന് യഹൂദ ജനം അവൻ്റെ അടുത്തേക്ക് പോയി. പലരും ആ വിഗ്രഹത്തെ ആരാധിച്ചു. അപ്പോഴും മത്താത്യാസ് എന്ന പുരോഹിതൻ യൂദാസിനോടും ജോനാഥനോടും ശിമിയോനോടും മുഖത്ത് നോക്കി പറഞ്ഞു, മക്കളെ, മക്കളെ, കർത്താവിന് മാത്രമേ ആരാധിക്കാം. ഇതാ നിക്നോർ രാജാവിൻ്റെ കുതിരപ്പടയും കാലാൾപ്പടയും ആനയും എല്ലാം ഈ യൂദാസിൻ്റെയും ശിമിയോന്റെയും ജോനാഥന്റെയും മത്താത്യാസിന്റെയും പ്രാർത്ഥിക്കുന്ന കൂടാരത്തെ വളയുക. 2 മക്കാബയർ 15-ാം അധ്യായം 1 മുതൽ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു. 2 മക്കാബയർ 15:27, മക്കളെ, കരമുയർത്തി പ്രാർത്ഥിച്ചോ, ദൈവം കടന്നു വരും. ഹല്ലേലൂയ. 4 പേരും അവന്റെ കൂടെയുള്ള കുറച്ച് ചെറുപ്പക്കാരും ഒരുമിച്ച് കരമുയർത്തി സ്തുതിച്ചു. ഇതാ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ആ വന്ന നിക്നോർ രാജാവിന്റെ കണ്ണുകളെ അന്ധമാക്കി അവർ പരസ്പരം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. യൂദാസിനും ജോനാഥനും ശിമിയോനും മത്താത്യാസിനും ഒരു പോറൽ പോലും ഏറ്റില്ല. വന്നവർ തന്നെ പരസ്പരം വെട്ടി മരിച്ചു. എല്ലാവരും മരിച്ചു കിടക്കുമ്പോൾ മത്താത്യാസ് ഒരു സ്ലോ മോഷനിലൊരു വരവ വന്ന് നോക്കി, ഒരു തലയെടുത്ത് പൊന്തിച്ചപ്പോൾ നിക്നോർ രാജാവും മരിച്ചു കിടക്കുന്നു. അപ്പോൾ പറയുന്ന വചനമാണ്, ദൈവത്തിൻ്റെ ഈ പ്രത്യക്ഷ സഹായം എന്നെ ആഹ്ലാദഭരിതരാക്കി. എല്ലാവരും സ്തുതിച്ച് നമുക്ക് വേണ്ടി പോരാടാൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, നമുക്ക് വേണ്ടി വാദിക്കാൻ നമുക്കൊരു രക്ഷകനുണ്ട്. നമ്മുടെ കരം പിടിക്കാൻ, നമ്മെ സഹായിക്കാൻ, നമ്മുടെ കടം വീട്ടാൻ, നമ്മെ അനുഗ്രഹിക്കാൻ നമുക്കൊരു ജീവനുള്ള ദൈവമുണ്ട്. ശക്തിയോടെ സ്തുതിക്കട്ടെ, ശക്തിയോടെ അലറി സ്തുതിക്കട്ടെ. ഈശോയേ